NDA കേരള വൈസ് ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ എംപിക്കെതിരെ പരാതി. CPIM പ്രവർത്തകർക്ക് നേരെ വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നുവെന്നാണ് പരാതി. മൃതദേഹവുമായി പോയ ആംബുലൻസ് CPIM പ്രവർത്തകർ തകർത്തു എന്ന് ട്വിറ്ററിലൂടെ വ്യാജ പ്രചരണം നടത്തിയതിനാണ് പരാതി. പേരാവൂർ സ്വദേശി സനോജ് VK ആണ് പരാതിക്കാരൻ. ഏഷ്യാനെറ്റ് തലവനായ രാജീവ് ചന്ദ്രശേഖറിനെതിരെയാണ് പേരാവൂർ സ്വദേശിയും DYFI ജില്ലാ സെക്രട്ടറിയുമായ VK സനോജ് പരാതി നൽകിയിരിക്കുന്നത്. സമൂഹത്തിലെ സൗഹൃദാന്തരീക്ഷം തകർത്ത് വൈരാഗ്യം വളർത്തി CPIM RSS പ്രവർത്തകർക്കിടയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന രീതിയിൽ ട്വിറ്റർ പ്രചരണം നടത്തി എന്നാണ് പരാതി. പയ്യന്നൂർ സ്വദേശിയായ ബിജു കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പ്രചരിച്ചു വരുന്നുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് ഹർത്താലിന്റെ മറവിൽ BJP RSS പ്രവർത്തകർ തകർത്തിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ ട്വിറ്ററിൽ പ്രചരിപ്പിച്ചത് തികച്ചും കാര്യങ്ങളാണ്. ഈവൻ ബിഫോർ ഫ്യൂണറൽ പ്രൊസഷൻ സ്റ്റാർട്സ്, മാർക്സിസ്റ്റ് അറ്റാക്ക് ഹോസ്പിറ്റൽ, ആംബുലൻസ് ക്യാരിയിങ് ബോഡി ഓഫ് RSS വർക്കർ ബിജു, പോലീസ് വാച്ച് ഹെൽപ്ലെസ്ലി എന്ന രീതിയിൽ സംസ്കാരം ആരംഭിക്കും മുമ്പ് മാർക്സിസ്റ്റുകൾ ആശുപത്രിയും മൃതദേഹം കൊണ്ടുവന്ന ആംബുലൻസും തകർത്തുവെന്നും പോലീസ് നിസ്സഹായരായി നോക്കി നിന്നുവെന്നും തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ RSS പ്രവർത്തകരിൽ പ്രകോപനം സൃഷ്ടിക്കും വിധമാണ് പ്രചരിപ്പിച്ചതെന്നാണ് പരാതിയിലുള്ളത്. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ നിന്നും രോഗിയുമായി വന്ന ആംബുലൻസ് RSS പ്രവർത്തകർ തകർക്കുന്ന ദൃശ്യങ്ങളടക്കം CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. മാത്രമല്ല RSS പ്രവർത്തകർ ആംബുലൻസിനകത്തു കയറി ഡ്രൈവറെ ആക്രമിച്ചിരുന്നു. ഓടി രക്ഷപ്പെട്ട ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു. ഈ സംഭവമാണ് രാജീവ് ചന്ദ്രശേഖരൻ മൃതദേഹം കൊണ്ടുവന്ന ആംബുലൻസ് കമ്മ്യൂണിസ്റ്റുകൾ തകർത്തു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. ഏഷ്യാനെറ്റ് എന്ന ദൃശ്യമാധ്യമത്തിന്റെ തലവനായ രാജീവ് ചന്ദ്രശേഖർ തികച്ചും പ്രകോപനപരമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ട്വിറ്റർ പ്രചരണം നടത്തിയത് എന്നാണ് പരാതി. രാജീവ് ചന്ദ്രശേഖരനെതിരെ യുക്തമായ നടപടി കൈക്കൊള്ളണമെന്നും 153A വകുപ്പ് പ്രകാരമുള്ള ശിക്ഷാർഹമായ കുറ്റം ചെയ്തിരിക്കുന്നതിനാൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ യുക്തമായ നടപടി കൈക്കൊള്ളണമെന്നും പരാതിയിൽ അപേക്ഷിക്കുന്നു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മുത്തലാഖ് ചൊല്ലുന്നതിനെ നിരാകരിക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക അധികാരം വേണമെന്ന് സുപ്രീം കോടതി. മുസ്ലിം സ്ത്രീകൾക്ക് ഇതിന് അവകാശം നൽകുമോ എന്നും ഭരണഘടനാ ബെഞ്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോട് ചോദിച്ചു. അതേസമയം ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ മാറ്റാൻ നിയമം പാസാക്കിയതുപോലെ മുത്തലാഖിന്റെ കാര്യത്തിലും നടപടിയെടുത്തുകൂടെ എന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? മുത്തലാഖ് ചൊല്ലുന്നതിനെ നിരാകരിക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക അധികാരം വേണം എന്ന് സുപ്രീം കോടതി ആവശ്യം മുമ്പോട്ട് വച്ചിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് ഇതിന് അവകാശം നൽകുമോ എന്നും ഭരണഘടനാ ബെഞ്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോട് ചോദിക്കുകയാണ്. അതേസമയം ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ മാറ്റാൻ നിയമം പാസാക്കിയതുപോലെ മുത്തലാഖിൻ്റെ കാര്യത്തിലും നടപടിയെടുത്തുകൂടെ എന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? അജിംഷാദ്, 1400 വർഷമായുള്ള മുസ്ലിം സമുദായത്തിന്റെ ആചാരമാണ് മുത്തലാഖ് എന്ന കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിലപാടെടുത്ത വ്യക്തിനിയമ ബോർഡ് ഇന്നാകട്ടെ മുത്തലാഖിന്റെ നിലവിലെ രീതിയെ തള്ളി പറയുന്നതാണ് കണ്ടത്. 3 പ്രാവശ്യം തലാഖ് ചൊല്ലി മൊഴി പറയുന്ന മുത്തലാഖ് പാപമാണെന്ന പ്രമേയം പാസാക്കിയിട്ടുണ്ടെന്ന് മുസ്ലിം വ്യക്തിനിയമ ബോർഡ് സുപ്രീം കോടതിയെ അറിയിച്ചു. 2017 ഏപ്രിൽ ഈ ബോർഡ് പാസാക്കിയ പ്രമേയത്തിന്റെ പകർപ്പും കോടതിയിൽ ഹാജരാക്കി. അങ്ങനെയെങ്കിൽ പാപമാകുന്ന ആചാരത്തെ എന്തിനു പിന്തുടരുന്നു എന്നായിരുന്നു സുപ്രീം കോടതിയുടെ മറുചോദ്യം. ഒറ്റയടിക്ക് മുത്തലാഖ് ചൊല്ലുന്നതിനെ നിരാകരിക്കാൻ മുസ്ലിം സ്ത്രീക്ക് പ്രത്യേക അവകാശം കഴിയുമോ എന്നും കോടതി ചോദിച്ചു. വിവാഹ കരാർ സമയത്ത് മുത്തലാഖിന് താല്പര്യമില്ലെങ്കിൽ അത് വ്യക്തമാക്കാനുള്ള അനുവാദം സ്ത്രീകൾക്കുണ്ടാകണം. സുപ്രീം കോടതി നിർദ്ദേശം വ്യക്തിനിയമ ബോർഡിലെ മറ്റംഗങ്ങളോട് കൂടിയാലോചിച്ച ശേഷം മറുപടി നൽകാമെന്നാണ് അഭിഭാഷകൻ കപിൽ സിബൽ വ്യക്തമാക്കിയത്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാരും ഇന്നൊരു വാദം നടത്തി. മതന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന വിവേചനം ഈ കേസിലില്ല. സ്ത്രീകളുടെ സുരക്ഷയാണ് പ്രധാനം. ഹിന്ദുമതത്തിലെ അനാചാരങ്ങളായ സതി, ദേവദാസി, തൊട്ടുകൂടായ്മ തുടങ്ങിയവ നിർത്തലാക്കിയിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു. എന്നാൽ ഈ നിർത്തലാക്കിയത് സുപ്രീം കോടതിയല്ല, പാർലമെന്റ് നിയമം പാസാക്കുകയായിരുന്നു എന്നാണ് ഭരണഘടനാ ബെഞ്ച് ഓർമ്മിപ്പിച്ചത്. മുത്തലാഖിന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ കോടതിക്ക് മുമ്പിൽ എത്തില്ലായിരുന്നുവെന്നും ബെഞ്ച് പറഞ്ഞു. വാദത്തിനിടയിൽ ചീഫ് ജസ്റ്റിസ് JS ഖറാട്ടെ ഖുറാനും കൊണ്ടാണ് വന്നത്. അദ്ദേഹം അത് ഉയർത്തിക്കാണിച്ച് മുത്തലാഖിനെ കുറിച്ച് എവിടെയാണ് പറയുന്നതൊക്കെ ചോദ്യം ഉയർത്തി. അത് പറഞ്ഞിട്ടുണ്ടെന്നൊരു അഭിഭാഷകൻ പറഞ്ഞപ്പോൾ ആ ഭാഗം മുഴുവൻ വായിക്കാനും കോടതി ആവശ്യപ്പെട്ടു. എന്തായാലും നാളെയും വാദം തുടരും. നാളത്തോടെ വാദം പൂർത്തിയാകും.
ശരി, സന്തോഷ് സള്ളിങ്ങാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ക്യാൻസർ ചികിത്സയ്ക്ക് അച്ഛൻ്റെ പണം കാക്കാതെ കുഞ്ഞു സായി മരണത്തിന് കീഴടങ്ങി. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് മരുന്ന് വാങ്ങാൻ പണം ചോദിച്ച് സായി അച്ഛനയച്ച വീഡിയോ സന്ദേശം ബാക്കിയായി. ഹൈദരാബാദിലാണ് സംഭവം. അച്ഛനമ്മമാരുടെ വിവാഹമോചനം കാരണം കുഞ്ഞു സായിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ സായിയുടെ അച്ഛൻ ശിവകുമാറിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും ആന്ധ്ര പോലീസും കേസെടുത്തു. ఇదిగో చేతుల లోపల చూసావు ఇట్లా అయిపోతుంది, చెయ్యి కాళ్ళు అన్నీ వాస్తున్నాయి, మొహానికి కూడా ఇలా మచ్చలు వచ్చేస్తున్నాయి డాడీ. నాకు ఇమ్మీడియట్గా ట్రీట్మెంట్ అవసరం అని చెప్తున్నారు డాక్టర్స్. ക്യാൻസർ ജീവന്റെ അവസാന കോശത്തെയും കീഴടക്കുമ്പോഴും അവൾ അച്ഛനോട് യാചിക്കുകയായിരുന്നു. മാറാരോഗത്തിന്റെ കരൾ പിളരുന്ന വേദന മറക്കാൻ ഒരു വേദന സംഹാരിയെങ്കിലും വാങ്ങിത്തരാൻ. ഒടുവിൽ ചികിത്സയ്ക്ക് അച്ഛന്റെ പണത്തിന്റെ ഔദാര്യം കാത്തുനിൽക്കാതെ കുഞ്ഞുസായി യാത്ര പറഞ്ഞു പോയപ്പോൾ ബാക്കിയാകുന്നത് വിടരും മുമ്പേ കൊഴിഞ്ഞ കുറെ സ്വപ്നങ്ങളും പാതി പിഞ്ചിയ കുറെ ഓർമ്മകളും മാത്രമാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് സായിശ്രീ എന്ന കുരുന്നിന്റെ ജീവിതത്തിൽ ദുരന്തമായെത്തിയത്. സായിശ്രീയുടെ അമ്മ സുമശ്രീയും അച്ഛൻ ശിവകുമാറും 2 വർഷം മുമ്പ് വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു. പിന്നീട് സായി അമ്മയുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. ക്യാൻസർ ബാധിതയായ സായിശ്രീയെ ചികിത്സിക്കാൻ അമ്മയുടെ കയ്യിൽ പണമില്ലാത്തതിനാലാണ് കുഞ്ഞുസായി മരുന്ന് മേടിക്കാൻ സഹായം തേടി അച്ഛന് വാട്സാപ്പിൽ സന്ദേശം അയച്ചത്. ഡാഡി, എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യൂ, ഇല്ലെങ്കിൽ ഞാൻ അധികകാലം ജീവിച്ചിരിക്കില്ല. രോഗം ഭേദമായി എനിക്കെൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം. എനിക്ക് സ്കൂളിൽ പോകണം. ചികിത്സയ്ക്കായി നമ്മുടെ വീട് വിൽക്കാനെങ്കിലും അനുവദിക്കണം. സായിശ്രീ സ്വന്തം അച്ഛൻ്റെ മുന്നിൽ ജീവിതത്തിനായി കെഞ്ചി. എന്നാൽ ശിവകുമാർ എന്ന ആ അച്ഛൻ്റെ ബധിരകർണങ്ങളിൽ ആ വാക്കുകൾ പതിച്ചില്ല. ആ കുരുന്നുമുഖത്തെ ദയനീയത അയാൾ കണ്ടില്ല. പകരം അയാൾ ചെയ്തത് വീട് വിൽക്കാനുള്ള ശ്രമത്തെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇനി ശിവകുമാറിന് നന്നായി ഉറങ്ങാം. മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ട് സായിശ്രീ ഇനി അയാളെ ശല്യപ്പെടുത്തില്ല. ബന്ധങ്ങളില്ലാത്ത ലോകത്തേക്ക് അവൾ യാത്രയായിരിക്കുന്നു. നിസാര പ്രശ്നങ്ങൾക്ക് കുടുംബബന്ധങ്ങൾ തകർത്തെറിഞ്ഞു പോകുന്ന ആധുനിക സമൂഹത്തിന് മുന്നിൽ എന്നും ഒരു ചോദ്യചിഹ്നമായി സായിശ്രീ എന്ന കുരുന്നുമുഖവുമുണ്ടാകും. ന്യൂസ് ഡെസ്ക്. കൊച്ചിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഷോപ്പിംഗ് മാളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. കൊച്ചി മേയർക്കാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. മാളുകളിൽ പരിശോധന കർശനമാക്കാനും കളക്ടർ നിർദ്ദേശിച്ചു. കൊച്ചി ഒബ്രോൺ മാളിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. റബ്ബർ ബോർഡ് മേഖലാ ഓഫീസുകൾ കേരളത്തിൽ നിന്ന് മാറ്റാനുള്ള നീക്കം സംബന്ധിച്ച് സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ ആശങ്ക അറിയിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. ഇതിന് മുന്നോടിയായി റബ്ബർ കർഷക സംഘങ്ങളുടെ യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ KM മാണി, KC ജോസഫ് എന്നിവരുന്നയിച്ച ഉപക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ റബ്ബർ ബോർഡ് മേഖലാ ഓഫീസുകൾ പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഉപക്ഷേപം. സംസ്ഥാനത്തെ നാണ്യവിള ഉൽപ്പാദന രംഗത്തെ പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ പോകുന്ന സർവകക്ഷി സംഘമാകും ഇക്കാര്യവും ഉന്നയിക്കുക. മന്ത്രി MM മണി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നത് വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കും. പോലീസിൽ ഒരു തരത്തിലുള്ള അച്ചടക്ക ലംഘനവും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മന്ത്രി MM മണി കുഞ്ചിത്തണ്ണിയിൽ നടത്തിയ പ്രസംഗം സംബന്ധിച്ചുള്ള VD സതീശന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചത്. MM മണി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നത് വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഒരു തരത്തിലും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്ത്രീകളെ അവമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി എന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ ഒരു കേസ് എടുക്കാൻ കഴിയുമായിരുന്നില്ല. ഔദ്യോഗിക കൃത്യനിർവഹണം സംസ്ഥാന സർക്കാർ നിർദ്ദേശമനുസരിച്ച് ഇടുക്കി ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അക്കാര്യത്തിൽ മന്ത്രി എന്ന നിലക്ക് ഒരു തടസ്സവും ശ്രീ MM മണി സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിയമത്തിന് മുന്നിൽ MLA എന്നോ മന്ത്രിയെന്നോ ഉള്ള വ്യത്യാസമില്ല. കേസെടുക്കത്തക്ക പ്രശ്നങ്ങൾ ഇല്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ജീവന് ഭീഷണിയുണ്ടെന്ന കാരാട്ട് റസാക്കിന്റെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു തരത്തിലുള്ള കാലതാമസം ഉണ്ടാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത 3100 ഡെങ്കി കേസുകളിൽ 2100 തലസ്ഥാന ജില്ലയിലാണെന്ന് മന്ത്രി കെ ശൈലജ അറിയിച്ചു. ഇതിൽ കൂടുതലും കോർപ്പറേഷൻ പരിധിയിലാണ്. അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. കണ്ണൂർ വിമാനത്താവളം 2017 സെപ്റ്റംബറിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇത് മുന്നിൽ കണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന പോലീസിൽ അച്ചടക്ക ലംഘനമില്ല. പോലീസിന്റെ അച്ചടക്കത്തിനാണ് ഈ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മറുപടി നൽകി. ഈ സർക്കാർ പോലീസിലെ അച്ചടക്കത്തിന് വലിയ തോതിലുള്ള മുൻഗണന തന്നെയാണ് നൽകുന്നത്. അച്ചടക്ക ലംഘനത്തിൻ്റെതായ ഒരു പ്രവണതയും അനുവദിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി നൽകാതിരിക്കുന്നതിൽ ഒരു തരത്തിലെ ന്യായീകരണവും പര്യാപ്തമല്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ റൂളിംഗ് നൽകി. എവിടെയാണ് കാലതാമസം എന്നത് കണ്ടെത്തി പരിഹരിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി ലഭിക്കുന്നില്ലെന്ന പ്രതിപക്ഷ പരാതിയെ തുടർന്നായിരുന്നു റൂളിംഗ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ ഫീസിനെതിരായ വിദ്യാർത്ഥി സമരത്തിൽ മുട്ടൻ വടിയും കയ്യിലൊതുങ്ങാത്ത കല്ലും എന്തിനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥികളിലെ ബോധപൂർവം ഇറക്കിവിട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സ്വാശ്രയ ഫീസ് കുറയ്ക്കുന്നതിൽ സർക്കാരിൻ്റെ പരിമിതി ബോധ്യമുണ്ടെന്ന് ഉമ്മൻചാണ്ടിയും സമ്മതിച്ചു. പരുക്കേറ്റ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യാത്ത ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സ്വാശ്രയ ഫീസ് വർധനയ്ക്കെതിരെ സമരം ചെയ്ത KSUക്കാരെ പോലീസ് മർദ്ദിച്ചെന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. തല്ലുകൊണ്ടവർക്ക് ചികിത്സ നിഷേധിച്ചെന്നും നോട്ടീസ് അവതരിപ്പിച്ച ഹൈബി ഈഡൻ. സമരം ചെയ്യാനെത്തിയ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾക്കും പോലീസിനും നേരെ കല്ലെറിഞ്ഞെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. മുട്ടൻ വടിയും കല്ലുകളുമായി സമരക്കാരെത്തിയത് ദൃശ്യങ്ങളിൽ വ്യക്തം. പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുന്ന കാര്യത്തിൽ കൃത്യസമയത്ത് ഇടപെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കല്ല് വിവിധ മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചല്ലോ. കയ്യിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള കല്ലാണല്ലോ കയ്യിലുള്ളത്. അത്രയും വണ്ണമുള്ളതാണല്ലോ. എന്തിനാണ് സാർ അങ്ങനെ കല്ലെടുക്കുന്നത്? ഈ വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ ഈ കല്ല് പോലീസുകാരുടെ നേരെ വലിച്ചെറിയുന്ന ദൃശ്യമുണ്ടല്ലോ. ഒരു കൂട്ടം കടലാസുമായി ഒരാൾ ചെന്ന് ഇവരെയെല്ലാം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഇത് ഓരോരുത്തരായിട്ട് വരട്ടെ, അവരെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാലോ എന്നുള്ള നിലപാടാണ് അവരെടുത്തത്. സുപ്രീം കോടതി വിധിയുടെ സാഹചര്യത്തിൽ ഫീസ് കുറയ്ക്കുന്നതിൽ സർക്കാരിന്റെ പരിമിതി ബോധ്യമുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എന്നാൽ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കണം. പിന്നെ ഫീസിൻ്റെ കാര്യത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ പരിമിതി നല്ലതുപോലെ ഞാൻ മനസ്സിലാക്കുന്നു. കോടതി വിധിയുണ്ട്. കോടതി വിധിക്ക് അപ്പുറത്തേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോകാൻ ഒക്കില്ല. പക്ഷേ എന്നാലും സമർത്ഥരായിട്ടുള്ള കുട്ടികൾക്ക്, സാമ്പത്തിക സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് ഈ വിധി ഉള്ള സാഹചര്യത്തിലും സഹായിക്കുന്നതിനുള്ള പോംവഴി സംസ്ഥാന ഗവൺമെൻറ് മനസ്സ് വെച്ചാൽ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. അതേസമയം സ്വാശ്രയ ഫീസിൽ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. MR സജേഷ്, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ബന്ധപ്പെട്ട പുതിയ വാർത്തയിൽ ശശി തരൂരിനെ പിന്തുണച്ച് KPCC രംഗത്ത്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നീക്കങ്ങൾ നടത്തുകയാണെന്നും അതിന്റെ ഫലമാണ് തരൂരിനെതിരായ വാർത്തയെന്നും KPCCയുടെ വിലയിരുത്തൽ. മൂന്നാർ പ്രസ്താവനയുടെ പേരിൽ AK മണിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും തീരുമാനം. പുതിയ വാർത്താ ചാനൽ ശശി തരൂരിനെതിരായ ആരോപണങ്ങളെ സംസ്ഥാന നേതൃത്വം പ്രതിരോധിക്കുന്നില്ലെന്ന് MI ഷാനവാസ് MP രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ MP തിരുവനന്തപുരം മണ്ഡലം ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടത്തുന്നു. ഇതാണ് വാർത്തകൾക്ക് പിന്നിലെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. റിപ്പബ്ലിക് ടിവിയുടെ പ്രധാന ഷെയർ ഹോൾഡേഴ്സിൽ ഒരാൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ MP ആണ്. BJPയുടെ MP ആണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തിരുവനന്തപുരം പാർലമെന്റ് ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ള ഈ റിപ്പബ്ലിക് TV ശ്രീ ശശി തരൂരിനെതിരെ ഈ അസത്യ പ്രചരണം നടത്തുന്നത് എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. മൂന്നാറിലെ പരാമർശങ്ങളുടെ പേരിൽ KPCC വൈസ് പ്രസിഡന്റ് AK മണിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. ഉമ്മൻചാണ്ടിയല്ല രാഹുൽ ഗാന്ധി വന്നാലും പെൺപിളയൊരുമൈ സമരപ്പന്തലിലേക്കില്ല എന്ന പ്രസ്താവന ഏത് സാഹചര്യത്തിലാണെന്ന് അറിയിക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്.
സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തലാഖ് അനുവദിക്കാതെ മലപ്പുറം കുടുംബ കോടതി. ഇസ്ലാമിക നിയമപ്രകാരം വ്യക്തമായ കാരണം വേണമെന്ന് മലപ്പുറം കോടതി. തലാഖിന് നിയമസാധുത നൽകണമെന്ന അപേക്ഷ കോടതി തള്ളി. മധ്യസ്ഥ ശ്രമം നടന്നതായി തെളിയിക്കാനും ഭർത്താവിന് കഴിഞ്ഞില്ല. വിവരങ്ങളുമായി സ്വാലിഹ്, മുത്തലാഖുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയും സുപ്രീം കോടതി ഈ കേസ് കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കുടുംബ കോടതിയുടെ ഈ നിലപാട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാദ് അരീക്കോട് സ്വദേശിയായ അലി ഫൈസി കൊടുത്ത ആവശ്യമാണ് കോടതി തള്ളിയിരിക്കുന്നത്. തന്റെ ഭാര്യയെ തലാഖ് ചെയ്തത് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അലി ഫൈസി കോടതിയെ സമീപിച്ചിരുന്നത്. കഴിഞ്ഞ 2012 അദ്ദേഹം ഭാര്യയെ മൊഴി ചെല്ലുന്നത്. ഇത് ഇസ്ലാമികമായ കാഴ്ചപ്പാടിലാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത്. ഇത് അംഗീകരിക്കണമെന്നാണ് പറഞ്ഞത്. 2012 മുതൽ ജീവനാംശവും ഫൈസി നൽകുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു തലാഖ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലോ ഖുറാനിലോ ഇല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. വ്യക്തമായ കാരണമോ അതല്ലെങ്കിൽ ഈ മധ്യസ്ഥ ശ്രമം നടന്നതിന് തെളിവോ ഒന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ ഭാര്യ അല്ലാതെ തന്നെ അലി ഫൈസിക്ക് 3 ഭാര്യമാർ വേറെയുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും കോടതി അദ്ദേഹത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നു. 2012 ഭാര്യയെ മൊഴിചൊല്ലി വീണ്ടും ഈ അലി ഫൈസി ഈ 1, 2, 3, 30 മുത്തലാഖ് എന്ന ഒറ്റ വാചകത്തിലുള്ള വിവാഹമോചനത്തിനാണോ ഈ സാധ്യത തേടുന്നത്? അജിംഷാദ്, അങ്ങനെയല്ല. ഒരു തലാഖ് മാത്രം ചൊല്ലിയതിനു ശേഷം തലാഖ് ചൊല്ലി അവർക്ക് ജീവനാംശം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അലി ഫൈസി തുടർന്നിരുന്നത്. മറ്റു 3 ഭാര്യമാർക്കും ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 തലാഖും ചൊല്ലി പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ ഇവരുടെ കാര്യത്തിൽ ഇത് തലാഖായി തന്നെ അംഗീകരിക്കണം, മൊഴി ചൊല്ലലായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ആവശ്യമാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ഇത് മുത്തലാഖ് അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തലാഖ് ചൊല്ലി ഭാര്യയായി തന്നെ ജീവനാംശം കൊടുത്ത് നിലനിർത്തുന്ന ഒരു സംവിധാനം മലപ്പുറത്ത് നമുക്ക് കാണാറുണ്ട്. മുസ്ലിം കുടുംബങ്ങളിൽ സാധാരണ രീതിയിൽ കാണാറുണ്ട്. അത്തരത്തിലൊരു രീതിയാണ് അലി ഫൈസി പിന്തുടർന്നിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാ, ഈ അലി ഫൈസി എന്താണ് ചെയ്യുന്നത്? അയാളുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ വല്ലതുമുണ്ടോ? അജിംഷാദ്, ഇത്തരം വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. കോടതിയിൽ 2012 അലി ഫൈസി തന്നെയാണ് കുടുംബ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇത് തലാഖായി അംഗീകരിക്കണം, അവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2012 അദ്ദേഹം കോടതിയെ സമീപിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നു. അത് അംഗീകരിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കോടതി അതിന് പറഞ്ഞ കാരണങ്ങൾ ഇതാണ്: ഇസ്ലാമിൽ ഇത്തരം ഒരു തലാഖ് ഇല്ല, ഒന്നുകിൽ വ്യക്തമായ കാരണം വേണം, അങ്ങനെയാണെങ്കിൽ തന്നെ മധ്യസ്ഥ ശ്രമം നടക്കണം. ഇതൊന്നും അലി ഫൈസിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് തലാഖായി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അജിംഷാ, ശരി. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കാലത്ത് വെള്ളം സമൃദ്ധമായിരുന്ന കാസർകോട്ടെ കൊടക്കാട്ടെ ഉറവട്ടിച്ചാലിൽ ഇപ്പോൾ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭ്യമല്ല. മുമ്പ് ഒരിക്കലും വറ്റിയിട്ടില്ലാത്ത ഇവിടുത്തെ കുളവും വറ്റി വരണ്ടു. 15ഓളം ആദിവാസി കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിച്ചിരുന്നത് ഈ കുളത്തെയാണ്. സണ്ണി ഡയമണ്ട്സിന്റെ വിൻ എ ഫ്രീ ട്രിപ്പ് കോൺടെസ്റ്റിന്റെ വിജയിയെ തെരഞ്ഞെടുത്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. സണ്ണി ഡയമണ്ട്സ് ഡയറക്ടേഴ്സ് ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്ത് എവിടെയും സന്ദർശിക്കാനുള്ള ടു ആൻഡ് ഫ്രോ സൗജന്യ ടിക്കറ്റിന് മിലു മോഹൻദാസാണ് അർഹയായത്.